ഹായ്, ഞാൻ ഡോക്ടർ സുനിൽ ദേവപ്രഭ. ഏത് കാര്യവും തുടങ്ങാൻ നല്ല ദിവസം നോക്കുന്ന ആളുകളാണ് നമ്മിൽ ഭൂരിപക്ഷം പേരും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ വഴി നന്നാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലത് തന്നെ, ഒരു കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും ഈ മടി മൂലം നാം പലതും തുടങ്ങാൻ താമസം വരുത്തുന്നത്. പിന്നെ എന്ന മട്ടായി കഴിഞ്ഞാൽ ചിലതൊന്നും തുടങ്ങാൻ പോലും കഴിയാതെ വരും. ആലസ്യം ഹി മനുഷ്യാനാം ശരീരസ്ഥോ മഹാരിപു എന്ന ചൊല്ലില് ഏറെ കഴമ്പുണ്ട്. നമ്മുടെ വൻ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ആണുള്ളത്. അത് മടിയാണ്. ക്ഷീണിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്രമിക്കണമെന്ന് തോന്നൽ മടിയിലെ പ്രത്യക്ഷ ലക്ഷണം തന്നെയാണ്. പലരും പറയും ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുതിച്ചു കയറും. തീർച്ച സ്വയം സമാധാനിക്കാനുള്ള മാനസികമായിട്ടുള്ള ഒരു അടവായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. ഇത്തരക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നൊരു ഫോർമുലയാണ് ഈ പല പോസിറ്റീവ് തിങ്കേഴ്സും ക്ലാസ് എടുക്കുന്നവരും ഒക്കെ പറയുന്ന തുടങ്ങാൻ ഏറ്റവും നല്ല ദിനം ഏതാണ്, അത് ഇന്നാണ്. തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഏതാണ്, അതിപ്പോഴാണ്, ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കാത്ത ആള് ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് സ്പാനിഷ് ദാർശനികനായിരുന്ന ബൽട്ടസാർ ഗ്രേഷ്യസ് പറഞ്ഞിട്ടുണ്ട്. ക്ലേശകരമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങാൻ നമുക്കെല്ലാം വൈമുഖ്യമാണ്, പേടിയാണ്. പിന്നത്തേക്ക് മാറ്റിവെക്കും. ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണെങ്കിൽ, എളുപ്പമുള്ളതും സുഖം പകരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു തടസ്സമില്ലാതെ തുടങ്ങുകയും ചെയ്യും. ശാശ്വതമായ ഗുണം ചെയ്യുന്നത് മിക്കപ്പോഴും ആദ്യം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരിക്കും. സമയ മാനേജ്മെന്റ് വിദഗ്ധന്മാർ പറയുന്നത് ചെയ്തു തീർക്കാനുള്ള കൃത്യങ്ങൾ ക്ലേശത്തിന്റെ ക്രമത്തിൽ അടുക്കി വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. പ്രശസ്ത അമേരിക്കൻ ഹാസ്യ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ പറഞ്ഞതുകൂടി കേൾക്കണം. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഈസ് ബ്രേക്കിംഗ് യുവർ കോംപ്ലക്സ് overwhelming tasks into small manageable tasks and then starting one by one on the first one. ഭാരിച്ച കൃത്യങ്ങൾ കഷ്ണങ്ങളായി നുറുക്കി ആദ്യ കഷ്ണത്തിൽ തന്നെ തുടങ്ങുക എന്ന് സാരം. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന ശുഭപ്രതീക്ഷയോടെ മുന്നേറാൻ എന്തെളുപ്പമാണ്. താങ്ക് യു.